എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ ഇന്ന് ഞങ്ങൾ കേരള കൾച്ചറൽ ക്ലബ് ക്രാൻബൺ വെസ്റ്റ് ആൻഡ് സൗത്തിൻ്റെ ഒരു ഇടിവെട്ട് ഓണാഘോഷമാണ്. അപ്പോൾ ഫാമിലിയായിട്ട് പോകട്ടോ. ഒരു 3 വർഷം മുമ്പ് നമ്മുടെ ആ ഫാമിലി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ വർഷവും അതിഗംഭീരമായിട്ട് ഓണാഘോഷിച്ചുകൊണ്ടിരിക്കണേ. എന്നാൽ പിന്നെ വിചാരിച്ചു ഈ പ്രാവശ്യത്തെ വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയ്ക്കോ. അങ്ങനെ ഞങ്ങളും ഓണാഘോഷത്തിനായിട്ട് ഇറങ്ങി തിരിച്ചു കേട്ടോ. രാവിലെ തന്നെ ഒരു അടിപൊളി വെതറാ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്തൊരു മഴയെന്ന് പറയുമോ. ഇപ്പോൾ നോക്കി, നല്ല വെയിലും തെളിഞ്ഞ നീലാകാശമൊക്കെ ആയിട്ട് അടിപൊളിയിൽ നോക്കി. പിന്നെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റുള്ളൂ കേട്ടോ നമ്മുടെ പരിപാടി നടക്കുന്ന ഹാളിലേക്ക്, ക്രാൻബൺ പബ്ലിക് ഹാൾ. കഴിഞ്ഞ 3 വർഷവും നമ്മുടെ ഓണാഘോഷം നടക്കുന്നത് ഇവിടെ വെച്ചാൽ. അങ്ങനെ ഹാളിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ എത്തി ഉടനെ തന്നെ ഞങ്ങൾ രജിസ്ട്രേഷൻ ഡെസ്കിൽ പോയി പേര് കൺഫേം ചെയ്തു. നേരത്തെ തന്നെ സീറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നതാണ്. അതിനുശേഷം നോക്കുമ്പോഴോ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് പലതരം ഗെയിംസ് ഓൾറെഡി തുടങ്ങി. ഒരു വശത്ത് ഗെയിംസ്, മറുവശത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയലും പല സ്നേഹാന്വേഷണങ്ങളൊക്കെ പങ്കുവയ്ക്കലൊക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട സംഭവമാണ് ഫോട്ടോ ബൂത്ത്. അതായത് പൂക്കളത്തിൻ്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ കുടുംബത്തോടൊപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ വൈബ് കിട്ടുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ സെക്ഷൻ വിത്ത് ഫോട്ടോഗ്രാഫറും അവിടെ ഉണ്ട് കേട്ടോ. അതും കൂടി ഇതിൻ്റെ ഒരു ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു. ഒരു വശത്ത് മത്സരങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് 12 മണിയായപ്പോൾ കുട്ടികൾക്കായിട്ട് ആദ്യത്തെ ഓണസദ്യ വിളമ്പി തുടങ്ങി കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഡാൻസും പാട്ടും അങ്ങനത്തെ ഒത്തിരി പരിപാടികളിൽ പങ്കെടുക്കാനുള്ളതാണ്. അപ്പോൾ അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ എനർജിയിൽ വന്നോളൂല്ലോ. അതിന് ശേഷമാണ് മുതിർന്നവർക്ക് കൊടുത്തത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ തിരക്ക് പിടിച്ച ലൈഫിൻ്റെ ഇടയിലേ നമുക്ക് പലപ്പോഴും പരിചയമുള്ളവരെ പോലും നേരിട്ട് കാണാനോ വിളിക്കാനോ ഒന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ആഘോഷ പരിപാടികളൊക്കെ നടക്കുമ്പോഴേ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ മാക്സിമം വർത്തമാനമൊക്കെ പറഞ്ഞ് പഴയ ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തമാക്കാനും സൗഹൃദങ്ങളൊക്കെ പങ്കിടാൻ കിട്ടുന്ന അവസരങ്ങളില്ലേ എല്ലാവരും യൂസ് ചെയ്യൂട്ടോ.
പിന്നെ ഓണസദ്യ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വേറൊരു ഫീലല്ലേ. പിന്നെ നമ്മുടെ ഓണസദ്യനെ കുറിച്ച് പറയുമ്പോഴേ കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്ക് സദ്യ ഒരുക്കുന്നത് വിന്താലു ടീമാണ്. ഈ വർഷം അവർ തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫുഡിൻ്റെ ആ ക്വാളിറ്റിയും ആ കൺസിസ്റ്റൻസിയൊക്കെ ഇല്ലേ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര ടേസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണസദ്യ കഴിക്കാൻ വേണ്ടി മാത്രം വന്ന നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പലവരും ജോലിക്ക് ഉൾപ്പെടെ പോയിട്ടുണ്ട്. അത്ര ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഈ വിന്താലുവിൻ്റെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അതിഗംഭീരമായ ഓണഘോഷയാത്ര. ചെണ്ടമേളവും മാവേലി എല്ലാവരും കൂടി ആർപ്പോ വിളിയോടും കൂടി ആയിപ്പില്ലേ. അയ്യോ, നാട്ടിൽ പോയൊരു ഫീലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിൽ പോലും ഇത്ര ഉണ്ടാവില്ല. അതിലും ഗംഭീരമായിട്ടാണ് പ്രവാസികൾ ഓണാഘോഷിക്കണത്. അങ്ങനെ മാവേലി തിരിതെളിച്ച് നമ്മുടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു കേട്ടോ. അതോടെ പിന്നെ വേദിയിലല്ലേ ഒന്നിനൊന്നും മികച്ച കലാപരിപാടികളുമായിട്ട് നമ്മുടെ കുട്ടികളും മുതിർന്നവരും പോലെ അങ്ങോട്ട് പൊളിയിരുന്നു. ഇത്ര നേരം കണ്ട സംഭവമല്ല, പൊടി പൂരം ഇടുന്നുള്ളൂ നമുക്ക് പറയാം.
പിന്നെ ഓണസദ്യയൊക്കെ കഴിച്ച് പരിപാടിയൊക്കെ കണ്ട് ഒരു 1-2 മണിക്കൂർ ആകുമ്പോഴേക്കും നമുക്ക് ചെറിയ ക്ഷീണമൊക്കെ വരുമല്ലോ. അപ്പോഴേക്കും അല്ലേ നല്ല അടിപൊളി ചൂട് ചായയും ഉഴുന്നോടെയൊക്കെ എത്തി. അതും കൂടി ആയപ്പോൾ പിന്നെ കാണാതിരുന്നവർക്ക് കുറച്ചുകൂടി എനർജിയാണ് കൂടി. മൊത്തത്തിലില്ലേ ഒരു അടിപൊളി ഓണാഘോഷമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ തവണത്തെ. അതുപോലെ തന്നെ കലാപരിപാടികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനിടയിൽ ഡ്രാഫ്റ്റ് ഡ്രോ നറുക്കെടുപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഉള്ള വിജയികൾക്ക് സമ്മാനദാനം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓണാഘോഷത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം.